40 കോടിയിലധികം പിരിച്ചു. എവിടെ പള്ളി? എവിടെയും വരില്ലട്ടോ. ഈ പോക്ക് അപകടമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഇല്ലേ നാളങ്ങൾ കൊണ്ട് പലതും തീറ്റിക്കും. പലതും 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 അങ്ങനെ ഒരു ബിസിനസ് അബുദാബിയുമായി മൂപ്പർക്കുണ്ട്. അബുദാബിയിൽ ഔക്കാഫിലെ ഷിയാക്കളുമായി മൂപ്പർക്ക് നല്ലൊരു ബന്ധമുണ്ട്. അതിന്റെ ഭാഗമാണിത്. ആലോചിച്ചു നോക്കിയേ നിങ്ങൾ സുഹൃത്തുക്കളെ. 40 കോടിയിലധികം പിരിച്ചു. എവിടെ പള്ളി? എവിടെയും വരില്ലട്ടോ. ഈ പോക്ക് അപകടമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഇല്ലേ നോളജ് സിറ്റി എനിക്ക് മനസ്സിലായോ? ഇല്ലേ? നോളജ് സിറ്റി മനസ്സിലായില്ല? ദുനിയാവിൽ എവിടെയാണ് 5 സെന്റ് ഇല്ലാന്ന്. ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞ ഷെയറെ മുബാറക് മസ്ജിദിന്റെ പരിസരത്ത് കാണുന്ന പഞ്ചലക്ഷ സംവിധാനല്ലേ, അതാണ് നോളജ് സിറ്റി. നോളജ് സിറ്റി എനിക്ക് മനസ്സിലായോ? ഇല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇവിടെ കൈതപ്പൊയില് ശിലാസ്ഥാപനം നടക്കുമ്പോ അത് മുടക്കാൻ പോയി വെച്ചുകൊണ്ട് ആദരണീയനായ സമസ്ത ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഉസ്താദ് കൂട്ടുമല ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആദരണീയനായ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, CM അതൊരു തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മുൻകൂട്ടി ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് CMന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ധിക്കരിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ ആളുകൾ, മന്ത്രിമാർ കൈതപ്പൊയിലേക്ക് പോയിട്ടുള്ളത്. നോളജ് സിറ്റി ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം ഈ നൂറ്റാണ്ട് അറിവിന്റെ നൂറ്റാണ്ടാണ്. അതിൽ എത്രമാത്രം ആധുനിക രീതിയിൽ ടെക്നോളജിയുടെ പൂർണ്ണമായ പ്രയോജനം എടുക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവരും തല പുകഞ്ഞാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആശയം കേരളത്തിൽ ആദ്യമായി അത് നടപ്പിലാക്കി എന്ന ഖാദിയാണ് ഇന്ന് നമ്മുടെ എല്ലാം ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേടിയിരിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അസൂയയുണ്ട്. അസൂയ പോലല്ലോ. ഞങ്ങളെ ഓവർടേക്ക് ചെയ്താണ് ഇപ്പം ഉസ്താദ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഭാവനക്കും അതുപോലെ തന്നെ ചിന്തക്കും അതീതമായ തരത്തിൽ ജീവിതവും അതുപോലെ തന്നെ ജീവിത വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി വരികയാണ്. അതാണ് ഇനി ഭാവിയിൽ തൊഴിലുണ്ടാക്കാൻ പോകുന്നത്. അവിടെയാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ വളർന്ന് വരാൻ പോകുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിങ്ങൾ കണ്ടു. പണ്ടൊക്കെ ആണെങ്കിൽ പോയി കർട്ടൻ നീക്കണം, പിന്നെ സ്വിച്ച് ഇടണം. ഇപ്പം അതൊന്നും വേണ്ട. മാറാൻ പറഞ്ഞപ്പോൾ കർട്ടൻ മാറി. അത് പണ്ടാണെങ്കിൽ അത് മതി മനുഷ്യന് ബേജാറാവാൻ, ഇരിക്കുന്നതെല്ലാം കൂടി എനിക്കും എന്ത് മായാജാലാണ്. ഇന്നിപ്പോ വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇത് ഈ രീതിയിലാണ്. എത്ര മാത്രം യന്ത്ര സാമഗ്രികൾ ഒക്കെ പെർഫെക്റ്റായി എത്ര പെർഫെക്ഷനിൽ പോകും, അതിൻ്റെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ ഒരു ഏരിയയാണത്. ഉദാഹരണമായി നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിൽ പ്രവേശിച്ചാൽ അവിടെ ഫാൻ ഇടണം, ലൈറ്റ് ഓഫ് ആക്കണം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ചെയ്യണം. പക്ഷേ സെൻസിങ് പുതിയ സാങ്കേതികവിദ്യ ഉയർന്നു വന്നതിന് ശേഷം അങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് കത്തിക്കോളും, പോകുമ്പോൾ ഓഫായിക്കോളും, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ താനേ നടന്നോളും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലൊക്കെയാണ് ഏറ്റവും അധികം ഇവിടെ റിസർച്ചൊക്കെ നടക്കുന്നത്. ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല.
ആരവർക്ക് പിന്തുണ കൊടുത്താലും, ഏത് മന്ത്രിപ്പട അവരുടെ ശിലാസ്ഥാപനത്തിൽ ചെന്ന് പങ്കെടുത്താലും അതാ വിഷയം. അടിസ്ഥാനപരമായ വിഷയം അതാണ്. മന്ത്രിപ്പട ശിലാസ്ഥാപനത്തിന് പങ്കെടുത്തു. അതിന് ഞങ്ങൾ എന്ത് വേണം കൂട്ടരെ? നിങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കുക, അവരെ ഞങ്ങൾ അയച്ചുതരാ. അതിനങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കണം. നിങ്ങൾ ഈ ചീത്ത പറയുന്ന സദസ്സിലേക്ക് അവരെ അയക്കാൻ പറ്റുമോ? നിങ്ങൾ നല്ല നല്ല പണിയെടുക്കുക, അല്ല നിങ്ങൾ നന്നാക്കട്ടെ. ഇനി എന്താണെന്നറിയോ? ലീഗിന്റെ മന്ത്രിമാരെ പരാജയപ്പെടുത്തും എന്ന ഭീഷണിയാണ്. കാന്തപുരത്തെ സഹായിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരായാലും അവർ തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ സുന്നി കേരളം ഉത്ബുദ്ധമാണ് എന്നുകൂടെ പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ആ നിലയിൽ കാണാം എന്നാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആനുകാലിക പ്രമേയം. അവിടുത്തെ ആൾക്കാരൊക്കെ കുത്തുബിയത്തെ ചെല്ലേണ്ടി വരും. ആ നോളജ് സിറ്റി അവിടെ നിന്ന് കൊന്തി പോകാൻ. അത് ശരിയാണ്. നിങ്ങൾ താകാൻ കുത്തുബിയത്ത്, നാട്ടുകാർ പൊന്താൻ കുത്തുബിയത്ത്. കാരണം വലിയ ഗതികേടാണ്. കോഴിക്കോടിനും കൂടി പച്ച പെയിന്റ് അടിക്കണത്. ബിൽഡിങ്ങിനും പച്ച പെയിന്റ് അസുതക്കാമി പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ച് നോക്കാം. അതെ, നിങ്ങൾ എന്തിനാ അത് ആലോചിച്ചത്? സിറ്റി ഉണ്ടാക്കണത് ഞങ്ങളല്ലേ, ചുമര് പടുക്കണത് ഞങ്ങളല്ലേ, തേക്കണത് ഞങ്ങളല്ലേ, പെയിന്റും ഞങ്ങൾ ആലോചിച്ചാ പോരെ? യഥാർത്ഥത്തിൽ അപ്പൊ നോളജ് സിറ്റി ഉണ്ടാവുകയും അതിന് പച്ച പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പത്തക്കനെ പറയും. കണ്ടങ്ങള് ഇവരൊക്കെ മനസ്സിലാക്കൽ ഇങ്ങനെ ഓപ്പോസിറ്റാ. ഇവര് പറയണേ നോളജ് സിറ്റി അത് ഉണ്ടാക്കിയാൽ ഞങ്ങളും കുട്ടികളെ പഠിപ്പിച്ചു. പഠിക്കാൻ സ്ഥാപനം ഉണ്ടാക്കി ആരും പോയി പഠിക്കും. ഗുരുവായൂരം അയ്യേ, ഞങ്ങൾക്കൊന്നും ഉണ്ടാകുന്നു തുടങ്ങിയോ? കോളേജ് പഠിക്കുന്നവരൊക്കെ ശ്രീകൃഷ്ണൻ ആൾക്കാരാ? ആണോ? അല്ലല്ലോ. കേരളത്തിലെ ഒരുപാട് മെഡിക്കൽ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ട്. ശരിയല്ലേ? ആരപ്പൈ പോകും? അതുകൊണ്ട് ക്രിസ്ത്യാനിയാവണം. NSSന്റെ സ്കൂളിൽ പഠിക്കണമൊക്കെ നായരാ? എന്താ ഇയാൾക്ക് തന്നോട് ആളിയാവോ? അതെ, അതിനെന്തിനാ ഉസ്താദിനെ കുറ്റം പറയുന്നു? ഉസ്താദ് അങ്ങനെ പറഞ്ഞിക്കണം. SSFൽ ആളുകളെ ചേർക്കാൻ ഞങ്ങൾക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന കർമ്മപരിപാടികളുണ്ട് രാജ്യത്തിന്റെ കലാലയമുറ്റങ്ങളിൽ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പണിയിക്കുന്ന നോളജ് സിറ്റിയുടെ നിർമ്മാണം ഹരിത ട്രിബ്യൂണലിൽ സ്റ്റേ ചെയ്തു. പാരിസ്ഥിതിക അനുമതി ഇല്ലാതെയാണ് പാടം നികത്തുന്നതും കുന്നിടിക്കുന്നതും എന്ന് കാണിച്ച് ഒരു ദീനി വിശ്വാസി നൽകിയ പരാതിയെ തുടർന്നാണ് ഈ ഉത്തരവ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും മുജാഹിദുകാരുടെ വർത്തമാനവും ചേളാരിക്കാരുടെ സുപ്രഭാതവും പോപ്പുലർ ഫ്രണ്ടിന്റെ തേജസ്സും ഗ്രീൻ ട്രിബ്യൂണൽ ഉത്തരവ് വലിയ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്തു. ആഹ്ലാദം സഹിക്കവയ്യാതെ ജനുവരി 14 തീയതി സുപ്രഭാതം നല്ലൊരു എഡിറ്റോറിയൽ തന്നെ പാസാക്കി. ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഉത്തരവ് കാന്തപുരത്തിന്റെ ആത്മീയ ക്രിമിനലിസത്തിനെതിരായ താക്കീതാണെന്ന് വ്യാഖ്യാനിച്ചു. നോളജ് സിറ്റി പോലെ ഒരു സംഭവം പണിയാൻ ചേളാരിക്കാർക്ക് ഏതായാലും ഒരു പരിപാടിയുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലിനോട് വലിയ ബഹുമാനമാണ്. കണ്ടോളി കൂട്ടരങ്ങളെ കൈതപ്പോയിൽ നാട്ടിൽ വൈവിധ്യമായ വിസ്മയം. ഖമറുൽ ഉലമ AP ഉസ്താദിൻ അഭിലാഷം പൂവണിയും സുന്ദര നാട്. നോളജ് സിറ്റിയതാ അഭിമാന താരകമായി ലങ്കി തിളങ്ങി വരുന്നു. എതിരോടെ നിന്നവരും അജബോടെ നോക്കിടുന്നിത് വല്ലാത്തൊരു സംഭവം തന്നെ.